രണ്ടാമതായി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെ അംഗീകരിക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെ അംഗീകരിക്കണം? നബി പഠിപ്പിച്ചതിനെ, നബി കാണിച്ചതിനെ, നബി അവലംബിച്ചതിനെ എങ്ങനെ അവലംബിക്കണം എന്നതിനെ, നബിയോട് എങ്ങനെ സ്നേഹമുണ്ടാകാം, വഴിപിരിഞ്ഞവർക്ക് എന്ത് പറ്റി എന്ന പുസ്തകത്തിന്റെ 46-ാമത്തെ പേജിൽ സഹോദരങ്ങളെ ഞാൻ വായിച്ചു കേൾപ്പിക്കുമ്പോൾ മനസ്സിലാവും ഇവര് പിടുത്തം വിട്ട കളിയാണോ അല്ലേ എന്ന്. റൗളക്കെതിരെ കരസേവ, റൗളക്കെതിരെ കരസേവ, മുജാഹിദുകളുടെ കരസേവ, റൗള പൊളിക്കും, അടിച്ച് തകർക്കും എന്നൊക്കെ പറയുന്നുണ്ട്. നിരുതിൽ എഴുതുക കേട്ടോളി. മുസ്ലിങ്ങളിലെ വിശ്വാസ ചൈതന്യത്തിന് കാരണം ആദർശ നായകനായ മുഹമ്മദ് നബിയോടും പൂർവസൂരികളോടുമുള്ള ആദരവും ബഹുമാനവുമാണ് എന്നാണെങ്കിൽ നമുക്ക് അംഗീകരിക്കായിരുന്നു. കേട്ടോളി, എന്ന് അങ്ങനല്ല. അമിതമായ ആദരവും ബഹുമാനവും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അമിതമായി ഭക്ഷണം കഴിക്കുന്നവൻ ഓനെന്ന് പറഞ്ഞ, അമിതമായി ഭക്ഷണം കഴിക്കുന്നവനാണ് ഓനെന്ന് പറഞ്ഞ, ഓനെക്കുറിച്ച് പോസിറ്റീവായ ചിന്തയാണോ ഉള്ളത്, നെഗറ്റീവായ ചിന്തയാണോ ഉള്ളത്? ആണോ? ആണോ? ഓന അമിതമായിട്ട് തെമ്മാടിത്തം ചെയ്യുന്നവനാന്ന് പറഞ്ഞാൽ തെമ്മാടിത്തം തന്നെ പാടില്ല, അത് അമിതവും കൂടിയായാലോ? ഏത് തേന് അമിതമായിട്ട് കുടിക്കാൻ പാടുന്നോ? ഉണ്ടോ? ഇല്ല. സ്നേഹം അമിതാകാൻ പാടുണ്ടോ? ഉണ്ടോ? ഉദാഹരണം, ഭാര്യനോട് തോന്നുന്ന അതേ ഇഷ്ടവും സ്നേഹവും ഉമ്മാനോട് തോന്നുക പാടുണ്ടോ? ഉണ്ടോ? അതിന് തോന്നിയാസം എന്നറിയാം ആ സ്നേഹത്തിനില്ലേ. ഭാര്യയോട് തോന്നുന്ന അതേ ഇഷ്ടം വലുതായി വന്ന 18-കാരിയായ മകളോട് തോന്നിയാലോ ബാപ്പാക്ക്? നല്ല അടി കിട്ടേണ്ട സ്നേഹം അത് അല്ലേ? അപ്പൊ സ്നേഹം അതിനൊരു പരിധിയുണ്ട്. ഇവരിതെന്താണ്? നബീനോടും പൂർവസൂരികളോടും അമിതമായ ആദരവും ബഹുമാനവും. ഹൃദയങ്ങളിൽ കത്തി നിൽക്കുന്ന വിശ്വാസത്തിന്റെ ഈ തീജ്വാലകൾക്ക് മുമ്പിൽ ഇനിയും പതരാതിരിക്കണമെങ്കിൽ ക്രമേണ അത് ഊതിക്കെടുത്താൻ കഴിയണം. ഇതാണ് നോക്കണങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അമിതം പാടില്ലെന്നാ പറഞ്ഞു. റസൂൽ എന്ന് പറഞ്ഞ എന്താ? ലാ തുത്റൂനി കമാ അത്റത്തിൻ നസാറ ഈസ ഇബ്നു മറിയം. മറിയമിന്റെ പുത്രൻ ഈസയോട് അമിതമായ സ്നേഹം, അമിതമായ ആദരവ്. അപ്പൊ ആദരവ് അതിർവരമ്പുകളിൽ നിൽക്കണം. ആദരവ് തെറ്റിപ്പോയതാണ് നിങ്ങൾക്ക്, ക്രിസ്ത്യാനികൾക്ക് ലോകത്ത് സംഭവിച്ച പ്രശ്നം അത് തന്നെയാണ് നിങ്ങൾക്ക് സംഭവിച്ചത്. യേശുക്രിസ്തുവിനോട് ക്രിസ്ത്യാനികളുടെ സ്നേഹം അമിതം അതിരുവിട്ടോ. അതിരുവിടലുകൾ ഇസ്ലാം അനുവദിക്കുന്നില്ല. യാ അഹ്ലൽ കിതാബ് ലാ തഗ്ലൂ ഫീ ദീനികും. കിതാബുകാരെ, അഹ്ലു കിതാബുകാരെ, നിങ്ങൾ മതത്തിൽ അതിര് കവിയരുത്. മതമില്ല എന്നല്ല, മതം കൂടി പോകുക, മതം നിശ്ചയിച്ച ബൗണ്ടറി കടന്നു പോകുക, ഇത് നിങ്ങൾക്കുണ്ടാകരുത്. ഇതാണ് ഇന്നത്തെ സമസ്തക്ക് സംഭവിച്ച തകരാറ്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തെ അള്ളാന്റെ വഹിയുള്ള ആളാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭീഷ്ടമനുസരിച്ച് സംസാരിക്കാറില്ല. അദ്ദേഹത്തിന്റെ വാക്കുകൾ അത്രയും അള്ളാഹുവിന്റെ വഹി അനുസരിച്ചാണ്. അതെ, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. പ്രവാചക തിരുമേനി അഭീഷ്ടമനുസരിച്ച് സംസാരിക്കാറില്ല. അദ്ദേഹത്തിന്റെ സംസാരങ്ങൾ അത്രയും അള്ളാഹുവിന്റെ വഹി അനുസരിച്ച്. 53-ാം അധ്യായം 3-4 വചനങ്ങളാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും അള്ളാഹുവിന്റെ പേരിൽ ഒരു വാക്ക് കടത്തിക്കൂട്ടാത്ത ആളാണ്. പാടില്ല. അങ്ങനെ ചെയ്താൽ വലൗ തഖവല അലൈനാ ബഅ്ദൽ ഖാവീൽ. അല്ലാഹു പറയാം, അദ്ദേഹം അള്ളാന്റെ പേരിൽ ഒരു വാക്ക് പറയില്ല. അഖദനാ മിൻഹു ബിൽ യമീൻ. നമ്മുടെ വലത് കൈ കൊണ്ട് അദ്ദേഹത്തെ പിടിക്കും. എന്നിട്ട് സുമ്മ ലഖതനാ, നാം മുറിച്ചു കളയും. എന്ത്? അദ്ദേഹത്തിന്റെ ജീവനാഡി. കണ്ടോ? ഖുർആൻ എങ്ങനെയാ പറയുന്നത്? ഖുർആനിലെ 69-ാം അധ്യായം 44 മുതൽ 48 വരെയുള്ള സൂക്തം, 7 വരെയുള്ള സൂക്തം വായിച്ചു നോക്ക്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അള്ളാന്റെ പേരിൽ ഒരു വാക്ക് കടത്തിക്കൂട്ടുന്നതെങ്കിൽ അള്ളാഹു അദ്ദേഹത്തിന്റെ ജീവനാടി മുറിച്ചു കളയും. റസൂലല്ലേ, മഹാനല്ലേ, എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഹബീബല്ലേ എന്ന് കരുതില്ല, ജീവനാടി മുറിച്ചു കളയും. എങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ഈ അവസ്ഥ നിങ്ങൾ ചിന്തിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും പാടില്ലെങ്കിൽ ഏതെങ്കിലും ഒരു മഹാനെ ഒരു പുതിയ ദിക്ർ, ഒരു പുതിയ സലാത്ത്, ഒരു പുതിയ ആചാരം കൊണ്ടുവരാനുള്ള അവകാശമുണ്ടോ? നിങ്ങൾ ചിന്തിക്കും. ഒരിക്കലുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കും. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാന്റെ വഹി അനുസരിച്ച് ദഅവത്ത് നടത്തിയ മഹാൻ,
ആ പ്രവാചക തിരുമേനി പഠിപ്പിച്ചിടത്ത് ഒരിഞ്ച് കൂട്ടാൻ ഒരിഞ്ച് കുറയ്ക്കാൻ നമുക്ക് പാടില്ല. കൂട്ടുവാനോ കുറയ്ക്കുവാനോ അങ്ങനെ ചെയ്താൽ അവർ അഹ്ലുൽ ബിദ്അത്തിന്റെ ആളുകളാണ്. മനസ്സിലായോ? അത് ചെയ്യാൻ പാടില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു. ബിദ്അത്തുകളൊക്കെ നരകത്തിലേക്കാണെന്ന് പഠിപ്പിച്ചു. അതുകൊണ്ട് ബിദ്അത്തുകളെ ജാഗ്രതയോടുകൂടി കാണുക. ബിദ്അത്തുകൾക്ക് പശ്ചാത്താപമില്ല. ഒരു ബിദ്അത്തുകാരന്റെ തൗബ അല്ലാഹു സ്വീകരിക്കുകയില്ല. ഞാനല്ല പറയുന്നത്, ഇസ്ലാമിന്റെ പ്രമാണമാണ്. ഈ കാര്യം മദ്രാസിൽ നടന്ന സുന്നി പ്രോഗ്രാമിൽ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിക്കുന്നുണ്ട്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. നിഷേധിച്ചാൽ ഇൻഷാ അല്ലാഹ് ഇതേ മൈതാനിയിൽ അല്ലാഹു തൗഫീഖ് ചെയ്താൽ നമ്മൾ ക്ലിപ്പിംഗ് ഇട്ടത് കാണിക്കും കേട്ടോ. അപ്പൊ വളരെ വ്യക്തമായി ബിദ്അത്ത് ചെയ്താൽ ഹൗദുൽ കൗസറിന് വെള്ളമില്ല. വേറെ ഹറാമുകളെ പോലെയല്ല. അത് ഹറാമുകൾ ചെയ്യുന്നതിനേക്കാൾ ബിദ്അത്ത് ചെയ്താൽ ആ ബിദ്അത്ത് ഹൗദുൽ കൗസറിൽ നിന്നുള്ള വെള്ളത്തിന്റെ ലഭ്യതയെ, അതിന്റെ പാന സ്വഭാവത്തെ നിഷേധിക്കുന്നു. അതുകൊണ്ട് ബിദ്അത്ത് വരാതെ ജാഗ്രത പുലർത്തുക. പരലോകത്തെ നിരന്തരമായി ഓർക്കുക. മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തെ മുന്നിൽ കാണുക. ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യരെയും ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ശക്തമായ ഇസ്ലാമിക ദഅവത്ത്, സ്നേഹത്തിന്റെ നരകത്തിലേക്ക് ആപതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനതയെ സ്വർഗത്തിലേക്ക് തിരിച്ചു വിളിക്കുക. വയാ ഖൗമി മലിയദൂകും ഇലൻ നജാത്ത് വതദൂനനി ഇലൻ നാർ. ജനങ്ങളെ, ഞങ്ങൾ നിങ്ങളെ ശിർക്കിൽ നിന്ന്, ബിദ്അത്തിൽ നിന്ന് തൗഹീദിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. നിങ്ങളോ നിങ്ങൾ ഞങ്ങളുടെ നരകത്തിലേക്ക്. 40-ാം അധ്യായം 41-ാമത്തെ വചനം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ജനങ്ങളെ, ഞാൻ നിങ്ങളെ നജാത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ നിങ്ങൾ എന്നെ നരകത്തിലേക്ക് ക്ഷണിക്കുന്നു എന്ന ഈ വാചകം. അതുകൊണ്ട് ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങുകയും പ്രവാചക തിരുമേനിയുടെ വചനങ്ങളിലേക്ക് മടങ്ങുകയും സഹാബികളുടെ ആധാറുകളിലേക്ക് തിരിച്ചു പോവുകയും അവർ കാണിച്ച ഹൃജുവായ വക്രതയില്ലാത്ത സരണിയിലേക്ക് നീങ്ങിപ്പോവുകയും ചെയ്യണം നമ്മൾ ഏത് കാര്യത്തിലും. മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ അതിന്റെ പ്രബോധനം നടത്തുമ്പോ നോക്കൂ നിങ്ങൾ, ഇന്നത്തെ മുമ്പില്ല, ചിലതൊക്കെ ഉണ്ടായിരുന്നു ഒറ്റപ്പെട്ട. എന്നാൽ ഇന്ന് മുജാഹിദ് പണ്ഡിതന്മാരെ പോലെ സോളിഡാരിറ്റികൾക്ക് ഏറ് കിട്ടിയിട്ടുണ്ടോ മുസ്ലിങ്ങളിൽ നിന്ന്? NDF-കാർക്ക് ഏറ് കിട്ടിയിട്ടുണ്ടോ മുസ്ലിങ്ങളിൽ നിന്ന്? തബ്ലീഗുകാർക്ക് ഏറ് കിട്ടിയിട്ടുണ്ടോ മുസ്ലിങ്ങളിൽ നിന്ന്? ജമാഅത്തെ ഇസ്ലാമിക്ക് ഏറ് കിട്ടിയിട്ടുണ്ടോ മുസ്ലിങ്ങളിൽ നിന്ന്? സമസ്ത മുസ്ലിയാക്കന്മാർക്ക് ഏറ് കിട്ടിയിട്ടുണ്ടോ ഇവിടുത്തെ മുസ്ലിങ്ങളിൽ നിന്ന്? മുജാഹിദുകൾക്ക് കിട്ടിയിട്ടുണ്ട്. എന്തുകൊണ്ട്? അമ്പിയാക്കൾക്ക് ഏറ് കിട്ടി, അമ്പിയാക്കൾ എറിഞ്ഞില്ല. അമ്പിയാക്കൾക്ക് ഏറ് കിട്ടി, അമ്പിയാക്കൾ എറിഞ്ഞില്ല. തായിഫിൽ 10 ദിവസം അവരുടെ ഡോറുകൾ മുട്ടി ഏതൊരു ജനതയുടെ വിമോചനത്തിന് വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ അവിടെ കടന്നു എന്നുവോ അവരാൽ പ്രവാചകൻ കല്ലെറിയപ്പെട്ടു. എറിഞ്ഞ ഏതെങ്കിലും ഒരു കല്ല് എടുത്ത് തിരിച്ചറിയാത്ത പ്രവാചകന്റെ സരണി മുജാഹിദുകളുടെ സരണിയാണ്. നമ്മളെ കല്ലെറിഞ്ഞവർ ഫൈസൽ മുസ്ലിയാരുടെ തലക്കെറിഞ്ഞവർ, അതുപോലെ നമ്മുടെ പ്രബോധകരുടെ തലക്കെറിഞ്ഞവർ, ഷാഫി സബായിയുടെ നേരെ കല്ലെറിഞ്ഞവർ, ഇതാ ഒരു മാസക്കാലമായി പഴയ കവാത്ത് വീണ്ടും ആരംഭിച്ചിരിക്കുന്നു. സമസ്തയുടെ ആദർശത്തെ ആദർശം കൊണ്ട് നേരിടാൻ കൽപ്പില്ലാതെ ചീട്ടുകൊട്ടാരം പോലെ തകർന്നുപോയ സമസ്ത കൂടാരം ആയുധങ്ങളേന്തി, കല്ലുകളേന്തി, അതുപോലെ കൂക്കി വിളിച്ച് ബഹളമുണ്ടാക്കി സ്റ്റേജിൽ കയ്യേറി കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വീണ്ടും പഴയ ആ നാടകം അരങ്ങേറുകയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വിജയത്തിന്റെ ചരിത്രത്തിൽ തിലകക്കുറി ചാർത്തിക്കൊണ്ട് നിങ്ങളുടെ കല്ലേറുകൾ, നിങ്ങളുടെ കൂക്കുവിളികൾ നെഞ്ചിലേറ്റാൻ ഞങ്ങൾ സന്നദ്ധരാണ്. ഒരു സ്വർഗത്തിന് വേണ്ടി ഞങ്ങളുടെ ശരീരം, ഞങ്ങളുടെ സമ്പത്ത് സ്വർഗം പകരം തരാമെന്ന കണ്ടീഷനിൽ ഞങ്ങൾ അല്ലാഹുവിനെ വിളിക്കുകയാണ്. ഇസ്ലാഹി പ്രസ്ഥാനം യുവാക്കളെ, നാളെ ഏറുകൊള്ളേണ്ടി വരും, കൂക്കുപിടികൾ ഉണ്ടാകും, ബഹിഷ്കരണങ്ങൾ ഉണ്ടാകും. ഞങ്ങൾ നിങ്ങളെ പരിപാടിക്ക് സമ്മതിക്കും. ഇതൊക്കെ ഓരോരുത്തരെ തറവാട്ട് വകയത് ആണോ? ഭീഷണിയാണ് അത്രേ. വിവരമില്ലാത്ത ഒരു ജനതയെ മർക്കസിൽ ഇരുന്ന് ഭരിച്ചാൽ മതി, അല്ലെങ്കിൽ സിറാജുൽ ഹുദയിൽ നിന്ന് ഭരിച്ചാൽ മതി. ഇന്ത്യ ഭരിക്കണ്ട,
കേരളം ഭരിക്കണ്ട. ജനാധിപത്യ പ്രക്രിയ അനുസരിച്ച് നമ്മൾ തെരഞ്ഞെടുത്തിട്ടുണ്ട് ഭരണാധികാരികൾ. ഓൺ ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ, ഓഫ് ദ പീപ്പിൾ. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന